Hello, good evening. Good evening, all. Good evening, ma'am. Okay. Good evening. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മാത്സിന്റെ അടുത്ത സെഷനിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചത് സെക്കൻഡ് മൊഡ്യൂളിലെ ഓയിലർ ഗ്രാഫ് ആണ് അല്ലേ? പിന്നെ ദാറ്റ് ഓയിലർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രാഫ് കണ്ടെയ്നിങ് ഓൾ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് മാം. സ്ക്രീൻ ഷെയറിംഗ് അല്ല കേട്ടോ. ഓക്കെ, മാം ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ? ഓക്കെ, ഞാനത് വിട്ടുപോവാണ്. ഞാൻ കോളേജിൽ ചെല്ലുമ്പോ അത് ഓർക്കാറുണ്ട്. അത് ഞാൻ ഒന്ന് നോക്കിയിട്ടില്ല ഇതുവരെ കേട്ടോ. അതുപോലെ തന്നെ മാം നമ്മുടെ ഐസോമോർഫിക്കിന്റെ കേസില് നമുക്ക് അതില് ഇൻവേരിയന്റ് ചെക്ക് ചെയ്യണതും പിന്നെ അഡ്ജസൻസി ചെക്ക് ചെയ്യണതും നോട്ടിലുണ്ട്. അപ്പൊ രണ്ട് തരത്തിൽ ചെയ്തേക്കണേല് ഇൻവേരിയന്റ് മാത്രം നോക്കിയിട്ട് ഐസോമോർഫിന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് നോട്ടില്. അപ്പൊ അതെങ്ങനെയാണ് അത് വരാ ആക്ച്വലി? അതായത് അതിൽ അഡ്ജസൻസിയും കീപ്പ് ചെയ്യുന്നുണ്ട്. അഡ്ജസൻസി അതിൽ, അതായത് സെയിം വോർട്ടെക്സും അതേ നമ്പർ തന്നെ ഡിഗ്രി വരുന്ന ഗ്രാഫിന്റെ കേസിലാണ് നമ്മൾ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് നോക്കാത്തത് അല്ലെ? അതേ സെയിം ഡിഗ്രി വരുന്നത്, എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി സെയിം ആയിരിക്കുന്ന കേസായിരിക്കും നമ്മള് നാലാമത്തെ ഇൻവേരിയന്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യാത്തത്. അല്ലാത്ത കേസിൽ നമുക്കിപ്പോ ഒരു ഗ്രാഫിൽ തന്നെ 2 ഡിഗ്രി വരുന്ന 2 വെർട്ടെക്സും 3 ഡിഗ്രി വരുന്ന 3 വെർട്ടെക്സും അങ്ങനെ നമ്പേഴ്സ് മാറി വരുന്ന കേസസ് വരുന്നുണ്ട്. അവിടെയാണ് കൂടുതലും ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കണം. ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഹോൾഡ് ചെയ്ത് അതും കൂടി എഴുതണം. എപ്പോഴും നമ്മൾ ഐസോമോർഫിസം ആണ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ ഇൻവേരിയൻസും എഴുതിയിട്ട് വേണം കൺക്ലൂഡ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് അസൈൻമെന്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മുടെ നോട്ടിൽ ഉണ്ടായിരുന്നു. വലിയൊരു കൺഫ്യൂഷൻ വന്നിരുന്നു. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എന്താ കിട്ടിയത്? അസൈൻമെന്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ കിട്ടിയത്? ഐസോമോർഫിസം ഒബേ ചെയ്യുന്നില്ലല്ലോ. ഐസോമോർഫിസം ആണോ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ കിട്ടിയത്? ഒബേ ചെയ്യുന്നില്ല. അത് ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നില്ല അല്ലെ? അതെ, അങ്ങനെ കിട്ടിയത് എനിക്ക്. അത് കറക്റ്റ് ആണെന്ന് അറിയാം. അത് കറക്റ്റ് ആണ്. അതില് നമ്മൾ വെർട്ടെക്സ് എടുത്ത് എഴുതുക. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എ ബി സി ഡി എന്ന വെർട്ടെക്സും ഇ എഫ് ജി എച്ച് എന്ന വെർട്ടിസസ് ആണ് ജി എന്ന ഗ്രാഫിലുള്ളത്. എച്ച് എന്ന ഗ്രാഫില് നിങ്ങളുടെ കയ്യിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. എസ് ടി യു വി എക്സ് വൈ ഡബ്ല്യു ഇസഡ് എന്നുള്ള വെർട്ടിസസ് ആണുള്ളത്. അപ്പൊ നമ്മൾ അവിടെ ഇപ്പൊ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇ എന്ന വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ഇയോട് ഇൻസിഡന്റ് ചെയ്തിരിക്കുന്നത് എഫ് എന്ന വെർട്ടെക്സും എച്ച് എന്ന വെർട്ടെക്സും ആണല്ലേ? അപ്പൊ എഫിന്റെ ഡിഗ്രി വരുന്നത് എത്രയാണ്? 3 ആണ്. എച്ചിന്റെ ഡിഗ്രി വരുന്നതും 3 ആണ്. അങ്ങനെ ഒരു വെർട്ടെക്സ് നമുക്ക് എച്ചിലുണ്ടോ? അങ്ങനെയാണ് നമ്മൾ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് നോക്കുന്നത്. അങ്ങനെ ഒരു വെർട്ടെക്സ് എക്സില് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എക്സിന്റെ ഡിഗ്രി 2 ആണ്. എക്സ് ഇൻസിഡന്റ് ചെയ്തിരിക്കുന്ന ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി 2ഉം മറ്റൊരു വെർട്ടെക്സിന്റെ ഡിഗ്രി 3ഉം ആണ്. അപ്പോ 3 വരുന്ന കേസ് വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അവിടെ മിസ് ആകുന്നുണ്ടോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത്തരത്തിലുള്ള ഇൻസിഡന്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യനില്, അസൈൻമെന്റ് ക്വസ്റ്റ്യനില് എല്ലാത്തിനും ഈക്വൽ ഡിഗ്രി ആയിരുന്നെങ്കിൽ നമുക്ക് ഇൻസിഡന്റ് റിലേഷൻഷിപ്പ് ഒറ്റ സെന്റൻസിൽ എഴുതി അങ്ങ് നിർത്താം. പക്ഷെ അല്ലാത്ത ക്വസ്റ്റ്യൻസിൽ ഓരോ വെർട്ടെക്സിന്റെയും ഇൻസിഡൻസ് റിലേഷൻ അവിടെ എടുത്തെഴുതേണ്ടതാണ്. മാത്രമല്ല മാർക്കിനനുസരിച്ചിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ മാം. അതായത് നമുക്ക് നോട്ട് ഷെയർ ചെയ്തേക്കണേൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐസോമോർഫിക്ക എന്ന് പറഞ്ഞാണ് എഴുതിയേക്കണേ. അത് മാം ഒന്ന് അതില് 2ഉം 3ഉം വരുന്നുണ്ട്. അതായത് ഡിഗ്രി വരുന്നത് 2ഉം 3ഉം വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യനില് ഡയറക്റ്റ് അങ്ങ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞ് ജി ഐസോമോർഫിക് ടു എച്ച് എഴുതിയേക്കാണ് അല്ലെ? അതെ. ഓൾ ദ ഗ്രാഫ് ഇൻവേരിയൻസ് ആർ സാറ്റിസ്ഫൈഡ്. അതെ.
അതപ്പോ അങ്ങനെയല്ലല്ലോ അല്ലല്ലോ. ഇല്ല, നമ്മൾ നാലാമത്തെ ഇൻസിഡൻസ് റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യണം. പക്ഷെ ആ പ്രോബ്ലത്തിൽ ഇൻസിഡന്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഇല്ലല്ലോ മാം. കാരണം ഏത് വെർട്ടെക്സിലാണ് പ്രശ്നമുള്ളത്? ആക്ച്വലി വരുന്ന അത് എന്തെങ്കിലും ഷെയർ ചെയ്യാമോ ആ ക്വസ്റ്റ്യൻ? ഓക്കെ, നമുക്ക് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ പറഞ്ഞത്? അതെയോ? ഓക്കെ, അപ്പൊ ഇവിടെ എവിടെയാണ് ഇൻസിഡന്റ് റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യാത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. V5 എന്ന, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിസസുകളുടെ ഡിഗ്രി, ഓരോ വെർട്ടെക്സിന്റെയും ഡിഗ്രി V1 2 V2 3, അതായത് 2 വരുന്ന 4 വെർട്ടെക്സും 3 വരുന്ന 4 വെർട്ടെക്സും. അതുപോലെ തന്നെ ഇവിടെ 2 വരുന്ന 4 വെർട്ടെക്സ്, 3 വരുന്ന 4 വെർട്ടെക്സ്. അപ്പൊ നമ്മളിങ്ങനെ കൺക്ലൂഡ് ചെയ്തേക്കാണ്. സോ ഇൻസിഡന്റ് റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ചെക്ക് ചെയ്തിട്ടില്ല. ഇത് ഒരു ഗൈഡിൽ വർക്ക്ഔട്ട് ചെയ്തിരുന്ന പ്രോബ്ലം ആയിരുന്നു. അതിന്റെ സൊല്യൂഷൻ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നതാണ്. സോ ഹിയർ V1ന്റെ ഡിഗ്രി വരുമ്പോ 2 ആണ്, V2 3 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് V1നോട് അഡ്ജസന്റ് ചെയ്തിരിക്കുന്ന വെർട്ടെക്സ് ലണ്ടനാണ്, അതിന്റെ ഡിഗ്രി വരുന്നത് 3 ആണ്. അപ്പോ നമുക്ക് അതുപോലെ തന്നെ ഒരു വെർട്ടെക്സ് ഇവിടെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ V1നോട് ജോയിൻ ചെയ്യുന്ന മറ്റൊരു വെർട്ടെക്സ് എനിക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നമുക്ക് ഷീറ്റിലേക്ക് വരയ്ക്കാം, വരച്ചിട്ട് ചെയ്യാം. കോപ്പി എടുത്ത് വെക്കാൻ പറ്റില്ലേ മാം? ഇല്ല അല്ലേ? ഇത് ഞാൻ വരച്ചേക്കുന്നതാണല്ലോ. അല്ല, ഇമേജ് മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ അതിലേക്ക് കോപ്പി എടുത്തിട്ട് ചെയ്യാൻ പറ്റും, അറിയില്ല. അത് ഡൗൺലോഡ് ചെയ്ത് ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ അത് വാട്സാപ്പിൽ തന്നെ ചെയ്ത് നോക്കിയിട്ടില്ല. ജസ്റ്റ് വരയ്ക്കാം, നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നില്ല, അങ്ങനെയാണ് കിട്ടിയത്? അങ്ങനെയാണ് മനസ്സിലായത് മാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെർട്ടെക്സ് ഇപ്പോ നമ്മള് V3 V3ക്ക് അല്ല V1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ C എടുക്കുകയാണെങ്കിലും B എടുക്കുകയാണെങ്കിലും നമുക്ക് അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഡിഗ്രി 2 3 ആയിട്ടായിരിക്കും കിട്ടുക. ശരിക്കും 3 ആയിട്ട് കിട്ടണ്ടേ? നിങ്ങൾ ഇങ്ങനെയൊന്നും വരയ്ക്കരുത് കേട്ടോ. പെൻസിലും പേനയോ ഉപയോഗിച്ചിട്ട് വേണം എക്സാമിനൊക്കെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വരയ്ക്കാൻ കുറച്ചുകൂടി വൃത്തിയായിട്ട് ഇരിക്കണം. പെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റേസ് ആവാനുള്ള ചാൻസ് കൂടുതലല്ലേ? അപ്പൊ കുഴപ്പമില്ലല്ലേ? അതായത് നമ്മുടെ മെയിൻ എക്സാമിന് പെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിലേ അത് ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് കറക്റ്റ് വൃത്തിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ്. പെൻസിൽ കൊണ്ട് ഉപയോഗിച്ചവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വാല്യുവേഷൻ ഒക്കെ അങ്ങനെ ഒരുപാട് ലാഗ് ചെയ്ത് പോകാറൊന്നുമില്ല. വിതിൻ ഒരു 2 months 3 monthsനുള്ളിൽ വാല്യുവേഷൻ നടക്കാറുണ്ട്. ഇപ്പൊ നിങ്ങളുടെ 3rd സെം എക്സാം കഴിഞ്ഞിട്ടല്ലേ ഇപ്പോ 4th വന്നിരിക്കുന്നത്? ഉറപ്പായിട്ട് നിങ്ങളുടെ വാല്യുവേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതിന്റെ റിസൾട്ട് ഒക്കെ വരാനുള്ളൂ. റിസൾട്ടിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ വാല്യുവേഷൻ കഴിഞ്ഞ അപ്പൊ തന്നെ മാർക്കൊക്കെ സോഫ്റ്റ്വെയറിലേക്ക് എൻട്രി ചെയ്തു. ബാക്കിയെല്ലാം സോഫ്റ്റ്വെയറിലാണ് പോകുന്നത്. അപ്പൊ പിന്നെ ആ കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി അപ്ലോഡ് ചെയ്യും. ഗ്രാഫിക്സ് പോലെയുള്ള പേപ്പേഴ്സിലൊക്കെ എപ്പോഴും പേനയും പെൻസിലും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോ എന്റെ ഒരു ഗ്രാഫ് വലുതായി പോയി, ഒരു ഗ്രാഫ് ചെറുതായി പോയി. ഓക്കെ,
അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസിഡന്റ് റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യുന്ന വെർട്ടിസസ് ഈ ജിയിലുള്ളത് തന്നെ എച്ചിലുണ്ടോ എന്ന് നോക്കാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് V1 എന്ന വോർട്ടെക്സിനെ കൺസിഡർ ചെയ്യാണ്. ഈ V1നോട് ഇൻസിഡൻസ്, അതായത് V1നോട് 1 കറസ്പോണ്ടൻസ് ഉള്ള വെർട്ടെക്സ് ഈ എച്ചില് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് V1ന്റെ വെർട്ടെക്സ് ഡിഗ്രി 2 ആണ്. അപ്പൊ അതുപോലെ ഡിഗ്രി 2 വരുന്ന വെർട്ടെക്സ് ഇവിടെ ഒന്നെങ്കിൽ C ഉണ്ട്, B ഉണ്ട്, G ഉണ്ട്, F ഉണ്ട് അല്ലെ. ഇതിൽ ഏതുവാണെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ C ആണ് എടുക്കുന്നതെങ്കിൽ V1 ആണെങ്കിൽ V1നോട് ഇൻസിഡന്റ് ചെയ്തിരിക്കുന്ന രണ്ടുപേരുടെയും ഡിഗ്രി 3 ആണ്. അപ്പൊ നമ്മൾ C ആണ് എടുക്കുന്നതെങ്കിൽ ഇവരോട് ഇൻസിഡന്റ് ചെയ്തിരിക്കുന്ന ഇവരുടെ ഡിയും ബിയും ആണ് അല്ലെ. അപ്പൊ ഒരാൾക്ക് 3യും ഒരാൾക്ക് 2 ആണ്. അപ്പൊ അതെടുക്കാൻ പറ്റില്ല. ഇനി 2 ഡിഗ്രി വരുന്ന അടുത്ത വെർട്ടെക്സ് എടുക്കാം. 2 ഡിഗ്രി വന്നിരിക്കുന്നത് G ആണ്. അതിനോട് ഇൻസിഡന്റ് ചെയ്തിരിക്കുന്ന Hന് 3 ഉണ്ട്, Fന് എന്തുണ്ട് 2 ഡിഗ്രി ഉണ്ട്. അപ്പൊ അതും നമുക്ക് പറ്റില്ല. പിന്നെയുള്ള 2 ഡിഗ്രി വന്നിരിക്കുന്നത് F ആണ്. Fനോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? E എന്ന വെർട്ടെക്സും G എന്ന വെർട്ടെക്സും ആണ്. ഓക്കെ, ബാക്കിയെല്ലാം കഴിഞ്ഞില്ലേ? 2 ഡിഗ്രി വരുന്ന ബാക്കി എല്ലാ വെർട്ടിസസും കഴിഞ്ഞു. അവിടെയും നമുക്ക് ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. അങ്ങനെ 2nd ഡിഗ്രി വരുന്ന ഫസ്റ്റ് വെർട്ടെക്സിൽ തന്നെ നമുക്കത് സാധിക്കുന്നില്ല. 2 ഡിഗ്രി B, G, F. ഓക്കെ, ബാക്കിയെല്ലാം 3 ഡിഗ്രി വരുന്ന വെർട്ടിസസ് ആണ്. അവിടെ ആ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് വരുന്നത് G ആണെങ്കിൽ ഇവിടെ 3 ഡിഗ്രി വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു കേസ് വരുമ്പോൾ 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ പ്രോബ്ലം ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതണം കേട്ടോ. സോ ദർ ഇസ് നോ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് because G not isomorphic to H എന്നത് അതിലേക്ക് ആഡ് ചെയ്തോളാം. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഇപ്പൊ അത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ബാക്കി ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? ഫസ്റ്റ് തിയറത്തിലല്ലാതെ ഇനി വേറെ എന്തെങ്കിലും? അപ്പോ മൊഡ്യൂൾ 2 നമ്മൾ ആദ്യം പഠിച്ച ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആണ്. ഓക്കെ, ഓയിലർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is a graph containing an Euler line. ആ ഗ്രാഫിനകത്തൊരു ഓയിലർ ലൈൻ ഉണ്ടായിരിക്കും, which is a closed fork. ഓയിലർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് ഫോർക്ക് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഓയിലർ ലൈൻ containing every edge. ആ ക്ലോസ്ഡ് വോക്കില് എല്ലാ എഡ്ജസും ഉൾപ്പെട്ടിരിക്കണം exactly once. Such a graph are called Euler graph. Once again, ഒരു ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആവണമെങ്കിൽ അവിടെ എന്ത് പ്രസന്റ് ആയിരിക്കണം? ഓയിലർ ലൈൻ ഉണ്ടായാൽ മതി. ഓയിലർ ഗ്രാഫ് ആവണമെങ്കിൽ അവിടെ ഒരു ഓയിലർ ലൈൻ ഉണ്ടാവണം. ദാറ്റ് ഇസ് ദ ഡെഫിനിഷൻ. ഓയിലർ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് വോക്ക് ആയിരിക്കും. ആ ക്ലോസ്ഡ് വോക്കില് എല്ലാ എഡ്ജസും ഉൾപ്പെട്ടിരിക്കും ഒറ്റയ്ക്കൊരു പ്രാവശ്യം. ഒരിക്കലും ഒരു എഡ്ജ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ ഗ്രാഫില് വരില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു എക്സാമ്പിൾ ഞാൻ വീണ്ടും കാണിക്കുകയാണ്. ഈ ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിന്റെ ഇതിൽ നമുക്ക് A, B, C, D, E 5 വെർട്ടെക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഈ വെർട്ടെക്സിൽ നിന്ന് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് A, B, C, D, E, C, A. എയിൽ നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് ഒരു ട്രാവൽ നടത്തുകയാണെങ്കിൽ അടുത്തത് C, then D, then E, then again C, then we reach back to A. This is a closed walk. ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു walk ആണ്. എല്ലാ എഡ്ജസും എക്സാക്ട്ലി വൺസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. Such line are called Euler line. നമ്മൾ അതിന് സർക്യൂട്ട് എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. സോ നമുക്ക് ഇവിടെ ആ ഒരു സർക്യൂട്ടിന് അല്ലെങ്കിൽ ആ ക്ലോസ്ഡ് വോക്കിനെ ഓയിലർ ലൈൻ എന്ന് വിശേഷിപ്പിക്കാം. ആ ഓയിലർ ലൈൻ ഉണ്ടെങ്കിൽ സച്ച് ഗ്രാഫ് ആർ കോൾഡ് ഓയിലർ ഗ്രാഫ്. അതുപോലെ നമ്മുടെ ഈ ഒരു സിലബസിൽ ഓയിലർ പാത്തിനെ പറ്റി കൂടുതൽ പറയുന്നില്ല.
ജസ്റ്റ് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഓയിലർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഓയിലർ ലൈൻ ഉണ്ട്, വിച്ച് ഇസ് എ ക്ലോസ്ഡ് വോക്ക് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അതിനോടനുബന്ധിച്ചൊരു തിയറാണ് പഠിച്ചത്, തിയറം 2.1. ആ തിയറത്തിനെ നമ്മൾ അറിയപ്പെടുന്നത് ഓയിലർ തിയറം എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നോട്ടില് ഓയിലർ തിയറം എന്നോടെ കൂടെ ഇവിടെ മെൻഷൻ ചെയ്യണം. വിച്ച് മീൻസ് a graph G is an Euler graph. ഒരു ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആണെങ്കിൽ if and only if every vertices of even degree. ഒരു ഗ്രാഫില് ഓയിലർ ലൈൻ ഉണ്ടാവണമെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കണം? വെർട്ടെക്സിന്റെ ഡിഗ്രി ഈവൻ ആയിരിക്കണം. ഇതൊരു ഓയിലർ ഗ്രാഫിന്റെ കണ്ടീഷൻ കൂടിയാണ്. ഓക്കെ, ഓയിലർ പാത്ത് വരുന്നത് ഗ്രാഫിന്റെ കണ്ടീഷൻ അല്ല, ഓയിലർ ലൈൻ വരുന്നത്, അതായത് ക്ലോസ്ഡ് സർക്യൂട്ട് വരുന്നതിന്റെ കണ്ടീഷനാണ്. നമുക്കൊരു ഓയിലർ ഗ്രാഫ് ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലാത്ത പാത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ഓപ്പൺ വോക്ക്, അതായത് ഓപ്പൺ വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചു വരാതെ മറ്റൊരു വെർട്ടെക്സിൽ പോയി എൻഡ് ചെയ്യുന്ന ഒരു വോക്കിനെയാണ് ഓപ്പൺ വോക്ക് എന്ന് പറയുന്നത്. വി നോ ദാറ്റ് പാത്ത് എന്താണെന്ന് നമുക്കറിയാം. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓൺലി ഫോർ ഓയിലർ ലൈൻ അല്ലെങ്കിൽ ക്ലോസ്ഡ് വോക്ക്. നമ്മളിനി ക്ലോസ്ഡ് വോക്ക് സർക്യൂട്ട് എന്ന് പറയില്ല, ഓയിലർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഓയിലർ ഗ്രാഫ് ആവണമെങ്കിൽ നമ്മുടെ വെർട്ടെക്സിന്റെ ഡിഗ്രി എല്ലാം ഈവൻ ഡിഗ്രി ആയിരിക്കണം. നമ്മൾ അതിന്റെ തിയറവും പ്രൂഫും സ്റ്റേറ്റ്മെന്റ് ഒക്കെ കണ്ടതാണ്. സോ ഇനി ഏത് ഗ്രാഫ് ചോദിച്ചാലും അത് ഓയിലർ ഗ്രാഫ് ആണോ എന്നറിയാൻ അതിന്റെ ഡിഗ്രി ഈവൻ ആണോ എന്ന് നോക്കാം. ഹിയർ ദിസ് ഇസ് എ ഗ്രാഫ്. ഓയിലർ ഗ്രാഫ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ജി എന്ന ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആണ്. അതെ, എല്ലാ വെർട്ടിസസിന്റെയും ഡിഗ്രി നമുക്ക് ഇവിടെ ഈവൻ ആണ് അല്ലെ. നമുക്കറിയാം എയുടെ വെർട്ടെക്സിന്റെ ഡിഗ്രി 2 ആണ്, അതുപോലെ എച്ചിന്റെ ഡിഗ്രി 4 ആണ്. അങ്ങനെ ഏത് വെർട്ടെക്സ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഡിഗ്രി ഈവൻ ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഗ്രാഫിന്റെ എല്ലാ വെർട്ടിസസുകൾക്കും ഈവൻ ഡിഗ്രി ആണ്. Therefore it is a ഓയിലർ ഗ്രാഫ്. നിങ്ങൾക്ക് ഈ ഗ്രാഫിനകത്തുള്ള ഓയിലർ ലൈൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? വിച്ച് ഇസ് ദ ഓയിലർ ലൈൻ? ആ ക്ലോസ്ഡ് വോക്ക് ഏതാണെന്ന് പറയാമോ? ഗ്രാഫിൽ വരുന്ന ഒരു ക്ലോസ്ഡ് വോക്ക് ഉണ്ട്. ആ ക്ലോസ്ഡ് വോക്ക് ഓക്കെ, അതൊരു ഹോംവർക്ക് ആയിട്ടിരിക്കട്ടെ. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇതിനകത്തുള്ള എന്താ നമ്മൾ തിയറം ബൈ തിയറം എവരി വെർട്ടെക്സ് ഹാസ് ഈവൻ ഡിഗ്രി, therefore it is an ഓയിലർ ഗ്രാഫ് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഓയിലർ ലൈൻ എന്താണെന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അതായത് ഒരു വെർട്ടെക്സിൽ തുടങ്ങി ആ വെർട്ടെക്സിൽ തന്നെ തിരിച്ചെത്തണം, എല്ലാ എഡ്ജസും ഒറ്റ പ്രാവശ്യം കവർ ചെയ്യണം. ദാറ്റ് ഇസ് ദ ഹോംവർക്ക്. അതുപോലെ തന്നെ ഒപ്പം തന്നെ മറ്റൊരു ഗ്രാഫ്. ഈ ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആണോ? ചെക്ക് വെദർ ദ ഫോളോയിങ് ഗ്രാഫ് ഹാസ് ആൻ ഓയിലർ ലൈൻ ഓർ ഓയിലർ ഗ്രാഫ്. തിയറം യൂസ് ചെയ്താൽ മതി. തിയറം യൂസ് ചെയ്യുക. ഓയിലർ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രി എത്രയാണെന്ന് നോക്കാം. എല്ലാ ഡിഗ്രിയും ഈവൻ ആണോ? അല്ല. ഇവിടെ നമുക്ക് ഈ എന്ന വെർട്ടെക്സിന്റെയും പിന്നെ ഡി എന്ന വെർട്ടെക്സിനും ഇ ആൻഡ് ഡി ആർ ഓഫ് ഓഡ് ഡിഗ്രി. ഓഡ് ഡിഗ്രി ആയിട്ടുള്ള വെർട്ടിസസ് ആണ് ഇയും ഡിയും. Therefore the theorem is not satisfied. The graph has no Euler line. ചെറിയ ഗ്രാഫ് ആണ്, നിങ്ങൾക്ക് തന്നെ നോക്കാം. ഇതിനകത്ത് എഡ്ജ് റിപ്പീറ്റ് ചെയ്യാതെ ഒരു സ്റ്റാർട്ട് ചെയ്ത വെർട്ടെക്സിൽ തന്നെ തിരിച്ചെത്താൻ പറ്റുമോ? എല്ലാ എഡ്ജസും ട്രാവൽ ചെയ്ത് തിരിച്ചെത്താൻ പറ്റുമോ എന്ന് അല്ലെങ്കിൽ നോക്കാം. ഓക്കെ, ഇനി നമ്മള് ഓപ്പൺ ഓയിലർ ലൈൻ എന്താണെന്ന് പറയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു ഗ്രാഫിനകത്ത് ഒരു ഓയിലർ പാത്ത് നമുക്കുണ്ടെങ്കിൽ, അതായത് സ്റ്റാർട്ട് ക്ലോസ്ഡ് അല്ലാത്ത ഒരു പാത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിച്ച് മീൻസ് ആ ഗ്രാഫിലെ എല്ലാ എഡ്ജസും നമുക്ക് ക്രോസ് ഓവർ ചെയ്യാൻ പറ്റും, പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് തിരിച്ചെത്തില്ല. അതായത് ദാറ്റ് ഇസ് നോട്ട് എ ഓയിലർ ലൈൻ. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വോക്കല്ല. അങ്ങനെയുള്ള ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ്
യൂണികേഴ്സൽ ഗ്രാഫ്. യൂണികേഴ്സൽ ഗ്രാഫ് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ ഓയിലർ ലൈൻഡ് ഗ്രാഫ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഡെഫിനിഷൻ പറയാം. എ ഗ്രാഫ് ഹാസ് ആൻ ഓപ്പൺ ഓയിലർ ലൈൻ. ദ ഗ്രാഫ് ഈസ് കോൾഡ് യൂണികേഴ്സൽ ഗ്രാഫ്. ഹിയർ അപ്പോൾ തിയറം സാറ്റിസ്ഫൈ ചെയ്യില്ല. തിയറം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഓയിലർ ലൈൻ ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. വിച്ച് മീൻസ് ക്ലോസ്ഡ് വോക്ക് ഉള്ളിടത്ത് മാത്രമാണ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. പാത്ത് ഉള്ളിടത്ത് നമുക്ക് ആ തിയറം സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, ഓയിലർ തിയറം എന്നാണ് അറിയപ്പെടുന്നത്. സോ ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് vertices and 7 edges. Okay, by theorem this is not an Euler graph, because A എന്ന vortexന്റെ ഡിഗ്രി 3 ആണ്, B എന്ന vortexന്റെ ഡിഗ്രി 3 ആണ്, ബാക്കിയെല്ലാം ഈവൻ ഡിഗ്രി ആണ്. എയും ബിക്കും ഓഡ് ഡിഗ്രി ആണ്. But here there is a path that is starting, that you can cover all the edges exactly once. നമുക്ക് ഇവിടെ ഒരു ഓയിലർ പാത്ത് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വേറെയും പാത്ത് ഉണ്ട്. ലൈക്ക് ദിസ്, എ നിന്ന് 1 സി എന്ന വോർട്ടെക്സിലേക്ക്, 2ലേക്ക്, ഡിയിലേക്ക്, then 6 E, 7 B, 5 D, 3 A, 4 B. Starting from one vertex to end another vertex, we cover all the edges in this graph. Then that Euler line is called open Euler line. So an open Euler line present in a graph, such graph are called universal graph. Definition കൂടി ഒന്ന് ഓർത്തിരിക്കുക. Universal graph sometimes is called Euler path. പാത്ത് എന്ന് പറയും. നമുക്ക് ഇവിടെ സ്പെസിഫൈഡ് ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ചേർന്നിട്ടുണ്ട്. സോ യൂണികേഴ്സൽ ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാലും എന്നത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത്രയാണ് ഓയിലർ ഗ്രാഫ് റിലേറ്റ് ചെയ്ത് വരുന്ന സെഷൻസ്. ഓയിലർ ഗ്രാഫിന്റെ ഡെഫിനിഷൻ, പിന്നെ തിയറം, പിന്നെ ഏത് ഗ്രാഫ് തന്നാലും അത് ഓയിലർ ആണോ, ഓയിലർ ലൈൻ പ്രസന്റ് ആണോ, ഓപ്പൺ ഓയിലർ ലൈൻ ആണോ, ക്ലോസ്ഡ് ഓയിലർ ലൈൻ ആണോ എന്ന് തിരിച്ചറിയാൻ പഠിച്ചിരിക്കാം. That's all. അടുത്തത് ഓപ്പറേഷൻസ് ഓൺ ഗ്രാഫ്. നിങ്ങൾക്കറിയാം ഓൾജിബ്ര ഓപ്പറേഷൻസ്, സെറ്റ് ഓപ്പറേഷൻസ്, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഓൾജിബ്രയില് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഗ്രാഫിലും അല്ലെങ്കിൽ സെറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സെറ്റ് തിയറിയില് യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, കോംപ്ലിമെന്റ് എന്നൊക്കെയുള്ളതാണ് ഓപ്പറേഷൻസ് ഓഫ് സെറ്റ് എന്ന് പറയാം. അതുപോലെ നമ്മൾ ഗ്രാഫിൽ ഉപയോഗിക്കുന്ന സം ടെർമിനോളജീസ്, ഗ്രാഫിന്റെ തന്നെ രണ്ട് ഗ്രാഫുകൾ തമ്മിൽ ആഡ് ചെയ്യാമോ, സബ്ട്രാക്ട് ചെയ്യാമോ, അത്തരത്തിലുള്ള കാര്യം പറയുന്ന ഒരു സെഷനാണ് ഓപ്പറേഷൻസ് ഓൺ ഗ്രാഫ്. അപ്പൊ നമുക്കിവിടെ മെയിൻ ആയിട്ട് ടോട്ടൽ ഒരു 5 ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിന്റെ കൂട്ടത്തില് ഡെഫിനിഷനായിട്ട് ഒരു 3 ഡെഫിനിഷൻ അല്ലാതെയും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഓപ്പറേഷൻസ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് സെറ്റിൽ പറഞ്ഞതുപോലെ തന്നെ യൂണിയൻ, ഇന്റർസെക്ഷൻ, ring sum, complement, decomposition. യൂണിയനെ നമ്മള് ക്യാപിറ്റൽ യു കൊണ്ടും, ഇന്റർസെക്ഷനെ തിരിച്ചിടുന്ന സിമ്പിൾ കൊണ്ടും, റിംഗ് സമ്മിനെ സം പ്ലസ് ഒരു സർക്കിളിനകത്ത്, കോംപ്ലിമെന്റിനെ നമ്മള് ഡിനോട്ടേഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജി മൈനസ് ജി എന്നാണ്. ഡികമ്പോസിഷനും ഡിനോട്ടേഷൻ ആയിട്ടില്ല. ഈ മൂന്നുമാണ്
ഡിനോട്ടേഷനുള്ള ഓപ്പറേഷൻസ് യൂണിയൻ, ഇന്റർസെക്ഷൻ, റിംഗ് സം. ഇത് ഡീകോമ്പോസിഷൻ ഓഫ് G1 G2 എന്നാണ് നമ്മൾ പറയാറുള്ളൂ. കോംപ്ലിമെന്റ് ഓഫ് G മൈനസ് G എന്നാണ്. അത് നമുക്ക് ആ ഡിനോട്ടേഷനും അതിന്റെ ഡെഫിനിഷനും പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ union. Union means we combine two graphs each other. We combine the vertices and edges of two graphs. Here, going to union, two graph G1. നമുക്ക് ഫസ്റ്റ് G1 എന്നൊരു ഗ്രാഫ് ഉണ്ട് with vertex at B1 and edges at E1. Another graph G2 with vertex at B2 and edges at E2. We can combine these two graphs. We get another graph G3. G3 is equal to G1 union G2. G3 എന്ന ഗ്രാഫ് കിട്ടുന്നത് G1നെയും G2നെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് അതിന്റെ വെർട്ടീസസ് സെറ്റുകളെയും എഡ്ജ് സെറ്റുകളെയും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് അടുത്ത ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, here two graphs. നമുക്ക് യൂണിയനും ഇന്റർസെക്ഷനും റിംഗ് സമ്മും ഒറ്റ ഗ്രാഫിൽ തന്നെ ചെയ്യാം. നെക്സ്റ്റ് ഇന്റർസെക്ഷൻ. യൂണിയൻ മീൻസ് വി കമ്പൈനിങ് വെർട്ടിസെറ്റ് ആൻഡ് എഡ്ജ് സെറ്റ്. രണ്ടുപേരെയും കമ്പൈൻ ചെയ്യുമ്പോൾ പുതിയ ഗ്രാഫ്, രണ്ട് ഗ്രാഫിലുള്ള എല്ലാ വെർട്ടിസസും എല്ലാ എഡ്ജസും ഇൻക്ലൂഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഗ്രാഫിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഇനി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലെ ഫോർമുല തന്നെ എന്താണ്? G1 ആൻഡ് G2 ഇസ് എ ഗ്രാഫ്. രണ്ട് ഗ്രാഫ് ഉണ്ടെങ്കിൽ പുതിയ ഗ്രാഫ് ഇന്റർസെക്ഷൻ ഗ്രാഫ് എന്ന് പറയുന്നത് G1ലും G2ലും കോമൺ ആയിട്ട് വരുന്ന വെർട്ടീസസും എഡ്ജസും ഉള്ള ഗ്രാഫിനെയാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് G1 ഇന്റർസെക്ഷൻ G2 ഒരു ഗ്രാഫ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു രണ്ട് സെയിം ഗ്രാഫ് ആണെങ്കിൽ G1 ഇന്റർസെക്ഷൻ G2, ഞാൻ ആ ഗ്രാഫിന് G4 എന്ന് പേര് കൊടുക്കാം. G4 ഈക്വൽ ടു G1 ഇന്റർസെക്ഷൻ G2 ആവണമെങ്കിൽ നമ്മൾ ഏത് വെർട്ടെക്സും എഡ്ജസും മാത്രമാണ് എടുക്കാമുള്ളൂ? എന്താണ്? ദോസ് വെർട്ടീസസ് ആൻഡ് എഡ്ജസ് ആർ ഇൻ ബോത്ത് G1 ആൻഡ് G2. Vertices and edges are both in G1 and G2. ഇപ്പൊ നമ്മൾ സെറ്റില് പറയുന്നത് പോലെ എ എന്ന സെറ്റില് 2, 3, 4 ആണ് എലമെന്റ്സ്, ബി എന്ന സെറ്റില് 4, 5, 7 ആണ് എലമെന്റ്സ്. What is A intersection B? The common element in between A and B. Only 4 is the common in A and B. So A intersection B is set 4. Similarly, G1 intersection G2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G1ലുള്ള വെർട്ടെക്സും G2ലുള്ള വെർട്ടെക്സും രണ്ടുപേരിലും കോമൺ വെർട്ടിസസും കോമൺ എഡ്ജസും ഉണ്ടെങ്കിൽ അവരെ കമ്പൈൻ ചെയ്ത് വരുന്ന പുതിയ ഗ്രാഫിനെയാണ് ഇന്റർസെക്ഷൻ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. Moving on to ring sum. Ring sum is denoted by, for G1, ring sum G2 plus, which means two graphs G1 and G2. The ring sum of two graphs G1 and G2 is a graph consisting. ഇവിടെ കണ്ടീഷൻ വരുന്നത് നമുക്ക് റിംഗ് സമ്മിന് ഇങ്ങനെ തന്നെ കൊടുക്കാം. അവിടെ കണ്ടീഷൻ വരുന്നത് ഫസ്റ്റ് കണ്ടീഷൻ all the vertices in V1 and V2. V1ലും V2ലും ഉള്ള എല്ലാ വെർട്ടിസസും റിംഗ് സമ്മിൽ വേണം. But in the case of edges that are either in G1 or G2. അതായത് എഡ്ജ് സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ G1ൽ എഡ്ജ് സെറ്റുകൾ എടുക്കാം, അല്ലെങ്കിൽ G2ലെ എഡ്ജ് സെറ്റ് എടുക്കാം. G1ഉം G2ലെ എടുത്തു കഴിഞ്ഞാൽ അതിന് റിംഗ് സം എന്നല്ല പേര് പറയാ, യൂണിയൻ എന്നാണ് വിളിക്കുക. ഓക്കെ, സോ റിംഗ് സം മീൻസ് all the vertices in G1 and G2. പക്ഷെ എഡ്ജസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും
ഒരു ഗ്രാഫിന്റെ എഡ്ജ് സെറ്റിനെ മാത്രമാണ് ഫോളോ ചെയ്യാൻ പോകുള്ളൂ. ഇപ്പൊ G1 ആണ് എടുക്കുന്നതെങ്കിൽ G1ലെ എഡ്ജസ് മാത്രം എടുക്കാം. G2 ആണെങ്കിൽ G2ലെ. So these are the 3 operations. കോംപ്ലിമെന്റും ഡികമ്പോസിഷനും ഉണ്ട്. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ഗ്രാഫിലൂടെ കണ്ടതിന് ശേഷം അടുത്ത ഫോർമുലയിലേക്ക്. This is G1 and G2. This is G2. രണ്ട് ഗ്രാഫാണുള്ളത്. ഫസ്റ്റ് നമുക്ക് G1 യൂണിയൻ G2 എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. G1 യൂണിയൻ G2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G1ലുള്ള എല്ലാ വെർട്ടെക്സും വേണം, G2ലുള്ള എല്ലാ വെർട്ടിസസും വേണം. അതുപോലെ തന്നെ എഡ്ജ് സെറ്റും രണ്ട് സെറ്റിലും ഉള്ളത് വേണം. സോ അത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പുതിയ ഗ്രാഫ് നമ്മളെ ആദ്യമേ തന്നെ എല്ലാ വെർട്ടീസസിനെയും എഴുതാം. ഇവിടെ V2, V3, V4, V5, G2ൽ അധികമായിട്ട് V6 എന്നൊരു വെർട്ടെക്സ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ V1, V2ല് ഇവിടെ അകത്തുള്ള ആദ്യം നമുക്ക് G1ലെ എല്ലാ എഡ്ജസും വരയ്ക്കാം. G1ലുള്ള എല്ലാ എഡ്ജസും ആയി. ഇനി G2ല് വരുമ്പോ V1ൽ നിന്ന് V6ലേക്ക് എഡ്ജ് ഉണ്ട്. അതുപോലെ V6ൽ നിന്ന് V5ലേക്ക് എഡ്ജ് ഉണ്ട്. V6ൽ നിന്ന് V3ലേക്ക് എഡ്ജ് ഉണ്ട്. അതുപോലെ V1ൽ നിന്ന് V3ലേക്ക് എഡ്ജ് ഉണ്ട്. നമുക്ക് പാരലൽ എഡ്ജ് ആയിട്ട് കൊടുക്കാം. V2ൽ നിന്ന് V3ലേക്ക് എഡ്ജ് ഉണ്ട്. ആ എഡ്ജ് സെയിം തന്നെ എഡ്ജ് ആണ്. E എന്ന എഡ്ജ് തന്നെയാണ് ഇവിടെയും, പുതിയ എഡ്ജ് അല്ല. നമുക്ക് പേര് കൊടുത്ത് നോക്കാം. A, B, C ആണ് കേട്ടോ. C, ഇത് C, D, E, F, G, H, L, K. ഓക്കെ, അപ്പൊ നമ്മളെല്ലാ വെർട്ടിസസും എല്ലാ എഡ്ജസും G1ലും G2ലും ഉള്ളത് പുതിയ ഗ്രാഫിലേക്ക് വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫാണ്, അതായത് റിപ്പീറ്റഡ് സെയിം എഡ്ജും വരുന്നത്. അതായത് V2 എന്ന V3ലേക്ക് C എന്ന ഒരു എഡ്ജ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അതേ സെയിം എഡ്ജ് തന്നെയാണ് ഈ കിടക്കുന്നത്. അതിന്റെ പേര് C എന്നാണ് കേട്ടോ. C എന്ന എഡ്ജ് ഉണ്ട്. അത് സെയിം ആയതുകൊണ്ട് നമ്മൾ വീണ്ടും അവിടെ വരയ്ക്കേണ്ടതില്ല. എന്നാൽ V1ൽ നിന്ന് V3ലേക്ക് നമുക്ക് ഇവിടെ ഉള്ളത് B എന്ന എഡ്ജും ഇവിടെ ഉള്ളത് G എന്ന എഡ്ജും ആണ്. സോ അത് മറ്റൊരു എഡ്ജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പാരലൽ എഡ്ജ് ആയിട്ട് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ എഡ്ജസും വരച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇന്റർസെക്ഷൻ ആണ്. ഇവര് രണ്ട് പേരിലും കോമൺ ആയിട്ടുള്ള വെർട്ടിസസ് ഏതൊക്കെയാണ് നോക്കാം. കോമൺ വെർട്ടെക്സും കോമൺ എഡ്ജസും മാത്രമാണുള്ളൂ. അപ്പൊ വെർട്ടെക്സ് G1ൽ നിന്നുള്ള 3, അതായത് G1ൽ നമുക്ക് 5 വെർട്ടെക്സ് ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ 5 വെർട്ടെക്സ് ആണ്. പക്ഷെ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് V1 ഉണ്ട്, ഇവിടെയും V1.
V2, ഇവിടെയും V3. പക്ഷെ ഇവിടെ V4 ഉണ്ട്, പിന്നെ G2 V4 ഇല്ല. V5 ഉണ്ട്, പക്ഷെ G2 V5 ഉണ്ട്. അപ്പൊ V5 നമുക്ക് കോമൺ ആണ്. ഇതിന്റെ V6 G2 ഉണ്ട്, പക്ഷെ G1 ഇല്ല. സോ കോമൺ ആയിട്ട് വരുന്ന 4 വെർട്ടെക്സ് V1, V2, V3, V5 ഓൾസോ. V5 ഉണ്ട് ഇവിടെ കേട്ടോ. ഇനി V1 നിന്ന് V2 A എന്നൊരു എഡ്ജ് ഉണ്ട്. അതും ഇവിടെ അതുപോലെ തന്നെയുണ്ട്, കോമൺ എഡ്ജ് ആണ്. സോ വി ക്യാൻ ഡ്രോ ദ കോമൺ എഡ്ജ്. V1 നിന്ന് V2 കോമൺ എഡ്ജ്. പിന്നെ അതുപോലെ V1 നിന്ന് V3 ഇവിടെ നമുക്ക് B എന്നൊരു എഡ്ജ് ഉണ്ട്, ഇവിടെ ഒരു G എന്നൊരു എഡ്ജ് ആണ്. രണ്ട് പേരിലുള്ള എഡ്ജ് ആണ്. സോ അത് കോമൺ അല്ല. ഇനി V2 നിന്ന് V3 C എന്നൊരു എഡ്ജ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ മറ്റൊരു C എന്നൊരു എഡ്ജ് G2 ഉണ്ട്. സോ അത് കോമൺ ആണ്, കോമൺ എഡ്ജ് കൊടുത്തു. ഇനി V3 നിന്ന് V5 E എന്നൊരു എഡ്ജ് ആണുള്ളത്. ഇവിടെ നിന്ന് എഡ്ജ് ഒന്നുമില്ല, ഇനി കോമൺ ആയിട്ട് എഡ്ജസ് ഒന്നുമില്ല. ദിസ് ഇസ് G1 ഇന്റർസെക്ഷൻ G2. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന വെർട്ടിസസുകള് 4 എഡ്ജ് 2 ദാറ്റ് ഇസ് ഇന്റർസെക്ഷൻ. ഇനി അടുത്തത് റിംഗ് സം ആണ് വേണ്ടത്. റിംഗ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്രാഫിന്റെ റിംഗ് സം വരയ്ക്കാന്ന് പറഞ്ഞാൽ 2 ഗ്രാഫിലെയും വെർട്ടിസസ് സെറ്റ് എല്ലാം വേണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ വെർട്ടിസസ് സെറ്റ് എല്ലാം വരയ്ക്കാം. V1, V2, V3, V4, V5, V6 പേര് കൊടുക്കാം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? എഡ്ജ് സെറ്റിന്റെ കേസിൽ either G1 or G2 ഏതെങ്കിലും ഒരു ഗ്രാഫിലെ എഡ്ജ് സെറ്റ് മാത്രമാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ okay. So the definition is either in G1 or G2. The edges നമ്മൾ എടുക്കുമ്പോൾ ആ എഡ്ജസ് ഒന്നെങ്കിൽ G1 അല്ലെങ്കിൽ G2 ഉണ്ടായിരിക്കുന്ന എഡ്ജസ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. വിച്ച് മീൻസ് നമ്മൾ ഒഴിവാക്കുന്ന എഡ്ജസ് ആരൊക്കെ ആയിരിക്കും? കോമൺ ആയിട്ട് വരുന്ന എഡ്ജസ് ആയിരിക്കും ഇവിടെ നമ്മൾ ഒഴിവാക്കുക. ഒന്നെങ്കിൽ G1 ഉണ്ടായിരിക്കുന്നത്, അതായത് വിച്ച് മീൻസ് ഞാനിപ്പോ പറഞ്ഞത് G1 എഡ്ജസ് മാത്രം എടുക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. either in G1, അതായത് എഡ്ജ് പ്രസന്റ് ആയിരിക്കേണ്ടത് ഒന്നെങ്കിൽ G1 അല്ലെങ്കിൽ G2 ഉള്ള ഏത് എഡ്ജസ് നമുക്ക് എടുക്കാം. കോമൺ ആയത് ഇത് രണ്ടിലും ഉള്ള എഡ്ജസ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് റിംഗ് സം, ഡെഫിനിഷൻ ഓഫ് റിംഗ് സം. സോ ഹിയർ നമുക്കിപ്പോ കോമൺ ആയിട്ട് വരുന്നത് V1 V2 വരുന്ന A എന്ന എഡ്ജ് കോമൺ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വരച്ചിരിക്കുന്നത് കാണാം. അതുപോലെ V2 നിന്ന് V3 C എന്ന എഡ്ജും കോമൺ ആണ്. അതായത് അത് രണ്ടും എവിടെയുണ്ട്? ഇൻ ബോത്ത്. ഞാൻ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം, അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് വേണ്ട. G1 ആൻഡ് G2 എഡ്ജസ് നമുക്ക് വേണ്ട. either G1 or G2. ഒന്നെങ്കിൽ G1 ഉണ്ടായിരുന്നാൽ മതി, അല്ലെങ്കിൽ G2 ഉണ്ടായിരുന്നാൽ മതി. ആ എഡ്ജസിനെ നമ്മൾ എടുത്ത് വരയ്ക്കുന്നതാണ് റിംഗ് സം എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് ഇവിടെ V1 നിന്ന് V3 എഡ്ജ് ഉണ്ട്. അത് 2 ഗ്രാഫിലും ഉണ്ടല്ലോ. അത് G എന്ന പേരിലും B എന്ന പേരിലുമാണ്. 2 ഡിസ്റ്റിങ്ക്ട് എഡ്ജസ് ആണ്, കോമൺ അല്ല. അതുപോലെ V1 to V6 H എന്ന ഒരു എഡ്ജ് ഉണ്ട്. അതുപോലെ K എന്നൊരു എഡ്ജ് ഉണ്ട്. ഇവിടെ നിന്ന് V6 നിന്ന് V5 L എന്നൊരു എഡ്ജ് ഉണ്ട്. അത് G2 മാത്രമേ ഉള്ളൂ. ഇനി G1 മാത്രമുള്ള എഡ്ജസ് ആണ് A, ഇവിടെ ഒരു F, ഇവിടെ ഒരു D. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കോമൺ ആയിട്ടുള്ള എയും സിയും, എ ആൻഡ് സി എന്ന എഡ്ജസ് നമ്മൾ വരച്ചിട്ടില്ല. ബിക്കോസ് ദാറ്റ് എഡ്ജസ് ആർ ബോത്ത് ഇൻ G1 ആൻഡ് G2. സോ നമ്മളിവിടെ എടുക്കാത്തത് G1 G2 ഒരേപോലെ വരുന്ന എഡ്ജുകളാണ്.
എടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രാഫിൽ പ്രസന്റ് ആയിട്ടുള്ള എഡ്ജസ് ആണ്. സോ വിച്ച് ഇസ് കോൾഡ് റിംഗ് സം ഓഫ് ടു ഗ്രാഫ്സ്. അപ്പൊ നമുക്ക് ഏത് ഗ്രാഫ് ചോദിച്ചാലും, രണ്ട് ഗ്രാഫ് തന്ന് അതിന്റെ യൂണിയനും ഇന്റർസെക്ഷനും അതുപോലെ തന്നെ റിംഗ് സം ചോദിച്ചാലും വരയ്ക്കാൻ അറിഞ്ഞിരിക്കാം. അതിന്റെ കൂട്ടത്തിൽ ഒരു ഹോംവർക്ക്, ഞാൻ രണ്ട് ഗ്രാഫ് വരച്ചിട്ടേക്കാം, അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക, യൂണിയൻ ഇന്റർസെക്ഷൻ റിംഗ് സം ഓഫ് ദി ടു ഗ്രാഫ്സ്. ചെറിയ രണ്ട് ഗ്രാഫാണ്. Find G1 union G2, G1 intersection G2, G1 ring sum G2. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്തേക്കാം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം.